ഇന്ത്യയിൽ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതും എല്ലാവരും ഇഷ്ടപ്പെടുന്നതുമായ പഴങ്ങളിലൊന്നാണ് തണ്ണിമത്തൻ. ജലാംശം ധാരാളമുള്ള ഈ പഴം ചൂടുകാലത്ത് ശരീരത്തെ തണുപ്പിക്കാൻ മികച്ചതാണ്. എന്നാൽ അടുത്തിടെയായി തണ്ണിമത്തനിൽ നിന്നും ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതും മരണം സംഭവിക്കുന്നതും നിരന്തര സംഭവമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഛത്തീസ്ഗഡിലെ ജൻഗീർ ജില്ലയിൽ നിന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത ലഭിക്കുന്നത്. മുറിച്ചതിന് ശേഷം മണിക്കൂറുകളോളം തുറന്നുവെച്ച തണ്ണിമത്തൻ കഴിച്ചതിനെ തുടർന്ന് 15 വയസ്സുകാരൻ മരണപ്പെടുകയും 3 കുട്ടികൾക്ക് അസ്വസ്ഥതയുണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. വീണ്ടും രാജ്യവ്യാപകമായി വലിയ ആശങ്കകൾക്കാണ് ഈ സംഭവം വഴി തുറന്നിരിക്കുന്നത്. എന്നാൽ റിപ്പോർട്ട് അനുസരിച്ച് രാവിലെ മുറിച്ച തണ്ണിമത്തൻ വൈകുന്നേരമാണ് കുട്ടികൾ കഴിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് ഛർദിയും കടുത്ത വയറുവേദനയും അനുഭവപ്പെട്ടു. കുട്ടികളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും ചികിത്സയിൽ കഴിയുന്നതിനിടെ ഒരാൾക്ക് മരണം സംഭവിച്ചു. ഭക്ഷ്യവിഷബാധയും ബാക്ടീരിയ ബാധയുമാണ് രോഗകാരണമെന്നാണ് ഡോക്ടർമാർ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മുറിച്ചുവെച്ച തണ്ണിമത്തൻ ഏറെ വൈകിയതിനു ശേഷം കഴിക്കാമോ എന്ന സംശയമാണ് പലരിലും ഉണ്ടാകുന്നത്. വേനൽക്കാലത്തെ നേരിടാൻ വേണ്ടി ആളുകൾ സ്ഥിരം ആശ്രയിക്കുന്ന ഒന്ന് തന്നെയാണ് തണ്ണിമത്തൻ. ഭക്ഷ്യസുരക്ഷാ വിദഗ്ധർ പറയുന്നതനുസരിച്ച് മുറിച്ച തണ്ണിമത്തൻ സാധാരണ താപനിലയിൽ പരമാവധി 2 മണിക്കൂർ വരെ മാത്രമേ സൂക്ഷിക്കാൻ പാടുള്ളൂ. ചൂടുള്ള കാലാവസ്ഥയിൽ ഇത് 1 മണിക്കൂറായി കുറഞ്ഞേക്കും. മുറിച്ച തണ്ണിമത്തന്റെ ഈർപ്പമുള്ള ഭാഗത്ത് ബാക്ടീരിയകൾ വളരാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ കഴിച്ചു തീർക്കണമെന്നാണ് പറയുന്നത്. മുറിച്ച തണ്ണിമത്തൻ മണിക്കൂറുകളോളം പുറത്തുവച്ച ശേഷം പിന്നീട് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്ന രീതി അത് അവസാനിപ്പിക്കണം. ഇങ്ങനെ ചെയ്താൽ കൂടുതൽ വേഗത്തിലാണ് ബാക്ടീരിയകൾ വളരുന്നത്. മുറിച്ച തണ്ണിമത്തൻ ദീർഘനേരം പുറത്തു വയ്ക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം. ചൂടുള്ള കാലാവസ്ഥയിൽ സാൽമണല്ല, ലിസ്റ്റീരിയ തുടങ്ങിയ ഹാനികരമായ ബാക്ടീരിയകൾ ഈ പഴങ്ങളിൽ പെരുകാൻ സാധ്യതയുണ്ട്. ഇത് വയറുവേദന, ഛർദി, വയറിളക്കം, പനി, നിർജ്ജലീകരണം തുടങ്ങിയ ഭക്ഷ്യവിഷബാധ ലക്ഷണങ്ങളിലേക്ക് നയിച്ചേക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മുറിച്ചുവെച്ച തണ്ണിമത്തൻ വാങ്ങുന്നവരും വീട്ടിൽ മുറിച്ച ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവരും ഏറെയാണ്. ഇത് തികച്ചും നിരുപദ്രവകരമായി തോന്നാമെങ്കിലും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് ഏറ്റവും അപകടകാരിയായി മാറുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുറിച്ച തണ്ണിമത്തൻ വായു കടക്കാത്ത വിധമുള്ള പാത്രങ്ങളിലാക്കി 3 മുതൽ 5 ദിവസം വരെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയും. എന്നാൽ രുചിയിലും ഘടനയിലും അടക്കം പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.